ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും കുടംപുളി കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ മാംഗോ സീസണൊക്കെ ആണല്ലോ, പ്രത്യേകിച്ച് ഇപ്പോൾ ചൂടുകാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് മാംഗോ ഡൽഗോണ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ കുടംപുളി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ വളരെ എളുപ്പത്തിൽ മാംഗോ ഡൽഗോണ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ അൽഫോൺസ ഇനത്തിൽപ്പെട്ട ഒരു 3 മാങ്ങ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഇനത്തിൽപ്പെട്ട മാങ്ങയിൽ വേണമെങ്കിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ദേ ഞാനിവിടെ നല്ല രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ആദ്യം മാറ്റാം. ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കൊരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്ത് സോഫ്റ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ ഫ്രഷ് ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇത് 3ഉം കൂടി നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞാനിത് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഗ്ലാസ്സിലോട്ട് എങ്ങനെയാണ് സെർവ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ നല്ലതായിട്ട് ചിൽഡായിട്ടുള്ള മധുരം ആഡ് ചെയ്ത് പാലൊഴിച്ചു കൊടുക്കുവാണ്. ഒരു 1/2 ഗ്ലാസ് നമുക്ക് വീതം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡൽഗോണയും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന മാംഗോ ഡൽഗോണ ഇവിടെ റെഡിയാണ്. വെറും എനിക്ക് 3 മിനിറ്റേ എടുത്തുള്ളൂ ഞാനിത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ മാംഗോ സീസണാണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മാങ്ങയാണെങ്കിൽ കിട്ടാനും എളുപ്പമാണ്. അപ്പോൾ നമുക്ക് ഈ സമയത്ത് തന്നെ ഈ ചൂടുകാലത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ ഈ കുടംപുളി ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പം നല്ലൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.